أعوذ بالله من الشيطان الرجيم إن المنافقين يخادعون الله وهو خادعهم وإذا قاموا إلى الصلاة قاموا كسالى يراءون الناس ولا يذكرون الله إلا قليلا. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളെല്ലാം മാനിച്ചുകൊണ്ട് അവന്റെ നിയമനിർദ്ദേശങ്ങളെ ജീവിതത്തിൽ അങ്ങോളം ഇങ്ങോളം സൂക്ഷിച്ചുകൊണ്ട് അവസാന ശ്വാസം വരെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ അടിയുറച്ചു നിൽക്കാൻ, തഖ്വ കൈവിടാതെ ജീവിക്കാൻ ഈ പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ആത്മാർത്ഥമായി അധ്വാനിക്കണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ ഈമാനിനെ അഥവാ അഖീദയെ ബാധിക്കുന്ന വിവിധ രോഗങ്ങൾ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ രോഗങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു രോഗത്തെക്കുറിച്ചാണ് എനിക്ക് ഇന്ന് നിങ്ങളോട് സംസാരിക്കാനുള്ളത്. എന്താണത്? റിയാ എന്നാണ് അറബിയിൽ അതിന് പറയുക. ലോകമാന്യം, ആളുകളെ കാണിക്കാൻ വേണ്ടി സൽക്കർമ്മങ്ങൾ ചെയ്യുക എന്നാണ് മൊത്തത്തിൽ അതുകൊണ്ടുള്ള ഉദ്ദേശം. ഇത് ഇഖ്ലാസിന്റെ നേർ വിപരീതമാണ്. ഏതൊരു അമലും അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ ഒന്നാമത്തെ ഷർത്ത് അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ച് മാത്രം ചെയ്യുന്നതാകണം. അതിനാണ് ഇഖ്ലാസ് എന്ന് പറയാ. വേറെ എന്തെങ്കിലും ഭൗതികമായ താല്പര്യങ്ങളോ ഉദ്ദേശങ്ങളോ അതിന്റെ പിന്നിലുണ്ടാവാൻ പാടില്ല. അള്ളാഹു കൽപ്പിച്ചു, അവന്റെ അടിമ എന്ന നിലക്ക് അവന്റെ പ്രീതിയും പെടുത്തോ ഉദ്ദേശിച്ച് അവന്റെ വജ്ഹ് ഉദ്ദേശിച്ച് ഞാൻ ചെയ്യേണ്ടതാണ്. ആ നിലക്ക് ചെയ്യണം. എന്നാൽ ഇഖ്ലാസിനെ സംബന്ധിച്ച് നമ്മൾ നിഷ്കളങ്കത, ആത്മാർത്ഥത എന്നൊക്കെ പറയാറുണ്ടല്ലോ. യഥാർത്ഥത്തിൽ അതിന്റെ ഉദ്ദേശം ഇതാണ്, അള്ളാഹുവിന്റെ വജ്ഹ് മാത്രം ഉദ്ദേശിച്ച് ചെയ്യുക. റിയാഇന്റെ ഗൗരവം അത് വിശ്വാസത്തെ ബാധിക്കുന്ന ഗുരുതരമായ ഒരു രോഗമാണ് എന്ന് നാം മനസ്സിലാക്കുന്നത് ഹദീസിലുള്ള അതിന്റെ ഗൗരവം മനസ്സിലാക്കുമ്പോഴാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് അശ്ശിർക്കുൽ അസ്ഗർ എന്നാണ്. ചെറിയ ശിർക്ക്. ശിർക്ക് എല്ലാം പൊറുക്കപ്പെടാത്ത പാപങ്ങളാണ്, വളരെ ഗൗരവമുള്ള പാപമാണ്. ഒരു മുഅ്മിന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ പാപമാണ് ശിർക്ക്. അത് വിശ്വാസത്തിലുണ്ടാകാം, കർമ്മങ്ങളിലുണ്ടാകാം. ഏതൊരു കർമ്മത്തിൽ ശിർക്ക് വരുന്നുണ്ടോ അതിന്റെ പിന്നിൽ ഒരു വിശ്വാസം ഉണ്ടായിരിക്കും. അതുകൊണ്ട് വിശ്വാസത്തെ ബാധിക്കുന്ന ഗുരുതരമായ രോഗമാണ് ശിർക്ക്. ശിർക്കുൽ അക്ബറുമുണ്ട്, ശിർക്കുൽ അസ്ഗറുമുണ്ട്. വലിയ ശിർക്കും ചെറിയ ശിർക്കും. വലിയ ശിർക്ക് സംഭവിച്ചാൽ ഈ ഉമ്മത്തിൽ നിന്ന് തന്നെ നമ്മൾ പുറത്തു പോകും, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. എന്നാൽ ചെറിയ ശിർക്ക് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോവുകയില്ല, എങ്കിലും വൻ പാപങ്ങളിൽപ്പെട്ട ഒരു പാപമാണത്. അപ്പൊ ശിർക്കിനെ ഭയപ്പെടുക എന്ന് പറഞ്ഞാൽ വലിയ ശിർക്കിനെയും ഭയപ്പെടണം, ചെറിയ ശിർക്കിനെയും ഭയപ്പെടണം. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. അല്ലാഹു അവനോട് ശിർക്ക് വെക്കപ്പെടുന്നതിനെ ക്ഷമിക്കുകയില്ല, അതിന് താഴെയുള്ളവ അവൻ ഉദ്ദേശിക്കുന്നവർക്ക് പുറത്തു കൊടുക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് അത് ചെറിയ ശിർക്കിനെയും കൂടി ഉദ്ദേശിച്ചാണ്, വലിയ ശിർക്കിനെ മാത്രമല്ല എന്ന് പണ്ഡിതന്മാർ പലരും വിശദീകരിച്ചിട്ടുണ്ട്. നമ്മൾ വലിയ ശിർക്കിനെ കുറിച്ച് ധാരാളം പഠിക്കുകയും കേൾക്കുകയും ശിർക്ക് വരുന്ന വഴികളെ കുറിച്ച് ചിന്തിക്കുകയും ശിർക്കിൽ അകപ്പെടാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. എന്നാൽ അതുപോലെ തന്നെ നമ്മൾ ഭയപ്പെടേണ്ട ഒന്നാണ് ചെറിയ ശിർക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇന്ന അഖ്വഫ മാ അഖാഫു അലൈക്കും അശ്ശിർക്കൽ അസ്ഗർ. നിങ്ങളുടെ മേൽ ഞാൻ ഭയപ്പെടുന്ന കാര്യങ്ങളിൽ ഏറ്റവും അധികം എനിക്ക് ഭയമുള്ളത് ശിർക്കുൽ അസ്ഗറിനെ സംബന്ധിച്ചാണ്. വബശ്ശിർക്കുൽ അസ്ഗർ യാ റസൂലല്ലാഹ്. സഹാബികൾ ചോദിച്ചു, അല്ലാഹുവിന്റെ ദൂതരെ എന്താണ് ശിർക്കുൽ അസ്ഗർ? ഖാല അർറിയാ. അത് റിയാ ആണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയുണ്ടായി. കണ്ടോ, അപ്പൊ റിയാഇന്റെ ഗൗരവം എത്രയുണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ പറഞ്ഞ ഗൗരവം നമ്മൾ ശരിക്കും പഠിക്കണം. മറ്റൊരു ഹദീസിൽ കാണാം, അലാ ഉഖ്ബിറുക്കും ബിമാ ഹുവ അഖ്വഫു അലൈക്കും ഇൻദി മിനൽ മസീഹിദ് ദജ്ജാൽ. ഒരിക്കൽ സഹാബത്ത് മസീഹ് ദജ്ജാലിനെ കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടേക്ക് കടന്നു വന്നുകൊണ്ട് പറഞ്ഞ കാര്യമാണിത്. മസീഹ് ദജ്ജാലിനേക്കാളേറെ എന്റെ അടുക്കൽ നിങ്ങളുടെ മേൽ ഞാൻ ഭയപ്പെടുന്ന ഒരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞു തരട്ടെയോ എന്നിട്ട് പറയണ ശിർക്കുൽ ഖഫിയ്, രഹസ്യമായ ശിർക്ക്, ഗോപ്യമായ ശിർക്ക്. അതെന്താ? അയ്യഖൂമ റജുലു ഫയുസല്ലി ഫയുസയ്യിനു സ്വലാതഹു ലിമാ യറാ മിൻ നളരി റജുലിൻ. ഒരാൾ നമസ്കരിക്കാൻ വേണ്ടി നിൽക്കുന്നു, എന്നിട്ട് അയാൾ നമസ്കരിക്കുമ്പോൾ അയാളുടെ നമസ്കാരത്തെ അയാൾ കൂടുതൽ ഭംഗിയാക്കാൻ ശ്രമിക്കുന്നു എന്നാണ് വേറൊരാളത് നോക്കുന്നുണ്ട് എന്നതുകൊണ്ട്
അയാൾ എന്റെ നിസ്കാരം ശ്രദ്ധിക്കുന്നുണ്ട്, ഞാൻ നിസ്കാരം ഉഷാറാക്കട്ടെ, റുക്കുവൊക്കെ ഒന്ന് ദീർഘിപ്പിച്ച് സുജൂദൊക്കെ ഒന്ന് ദീർഘിപ്പിച്ച് ഒന്നിങ്ങനെ തഖ്വയൊക്കെ ഒന്ന് അഭിനയിച്ച്. അപ്പൊ അള്ളാഹുവിന്റെ വജഹ് ഉദ്ദേശിച്ച് ചെയ്യേണ്ട കർമ്മം ഇവിടെ മറ്റൊരാളെ കാണിക്കാൻ വേണ്ടി ചെയ്തു. അതാണ് റിയാ. അത് മസീഹുദ് ദജ്ജാലിനേക്കാളും വലിയ ഫിത്നയാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം മസീഹുദ് ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്ന് അത്തഹിയ്യാത്തിന് ശേഷം നമ്മൾ സ്വലാത്തും ചൊല്ലിയിട്ട് പിന്നെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിലുണ്ട് ഇല്ലേ, വമിൻ ഫിത്നത്തിൽ മഹിയ വൽ മമാതി വമിൻ ഫിത്നത്തിൽ മസീഹുദ് ദജ്ജാൽ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബി ജഹന്നം. അല്ലാഹുവേ നരകശിക്ഷയിൽ നിന്ന് ഞാൻ നിന്നോട് അഭയം തേടുന്നു. വമിൻ അദാബിൽ ഖബർ, ഖബർ ശിക്ഷയിൽ നിന്നും. പിന്നെ പറയുന്നെന്താ, ജീവിതത്തെയും മരണത്തിലെയും ഫിത്നയിൽ നിന്ന്, മസീഹുദ് ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് തന്നെ ഇബ്നു ഖുസൈമ റിവായത്ത് ചെയ്ത ഹദീസ്, മാ മിൻ നബിയ്യിൻ ഇല്ലാ വഖദ് ഹദ്ദറ ഉമ്മതഹു അദ്ദജ്ജാൽ. ഒരൊറ്റ നബിയുമില്ല തന്റെ സമുദായത്തിന് ദജ്ജാലിനെ കുറിച്ച് മുന്നറിയിപ്പ് നൽകാത്തവനായി. അപ്പൊ എല്ലാ നബിമാരും തങ്ങളുടെ ഉമ്മത്തിന് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ള കാര്യമാണ് ദജ്ജാലിന്റെ ഫിത്ന. ദജ്ജാൽ അവസാന കാലത്താണ് വരികയെങ്കിലും ആദ്യകാലത്തെ നബിമാരും എന്ത് ചെയ്തിട്ടുണ്ട്, അതിനെ സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഓരോ നമസ്കാരത്തിലും നമ്മൾ രക്ഷ തേടുന്നത്. ദജ്ജാലിന്റെ ഫിത്നയെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറ്റൊരു ഹദീസ്, അയ്യുഹന്നാസ് ഇന്നഹാ ലം തകും ഫിത്നത്തുൻ അലാ വജ്ഹിൽ അർദി മുൻദു ഖറഅ അല്ലാഹു ദുർരിയത ആദം അഅലമ മിൻ ഫിത്നത്തിദ് ദജ്ജാൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദമിന്റെ മക്കളെ സൃഷ്ടിച്ച അന്ന് മുതൽ ഭൂമുഖത്തുണ്ടാകാൻ പോകുന്ന ഫിത്നയിൽ ദജ്ജാലിന്റെ ഫിത്നയേക്കാൾ ഗുരുതരമായ മറ്റൊരു ഫിത്നയുമില്ല. അപ്പൊ ഭൂമുഖത്ത് ആദം നബിയുടെ കാലം മുതൽ അവസാന കാലം വരെ വരാനിരിക്കുന്ന ഫിത്നകളിൽ ഏറ്റവും ഗൗരവമേറിയതും ഗുരുതരമായതുമായ ഫിത്നയാണിത്, ദജ്ജാലിന്റെ ഫിത്ന. ദജ്ജാൽ അത്രയും ആളുകളെ വഴിവഴപ്പിക്കുകയും ആളുകളെ കുഫറിലെത്തിക്കുകയൊക്കെ ചെയ്യുന്നത്, അതിനെപ്പറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട് ദജ്ജാലിനെ പറ്റി, അല്ലെങ്കിൽ പഠിക്കേണ്ടതാണ്. അതിനേക്കാളും ഗൗരവമുള്ള ഒരു കാര്യമാണ് റിയാ എന്ന് പറയുമ്പോൾ സുഹൃത്തുക്കളെ, എന്തുമാത്രം വലിയ പാപമാണത്, എന്തുമാത്രം ഗുരുതരമായ ഒരു തെറ്റാണത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരിക്കൽ അവിടുന്ന് പറയുകയുണ്ടായി, യാ അയ്യുഹന്നാസ് ഇത്തഖൂ ഹാദ ശിർക, മനുഷ്യരെ നിങ്ങൾ ഈ ശിർക്കിനെ സൂക്ഷിക്കണം. ഫൈനഹു അഖ്ഫാ മിൻ ദബീബിൻ നംലി, അത് ഉറുമ്പ് ഇഴഞ്ഞു വരുന്നതിനേക്കാൾ നിഗൂഢമാണ്. മറ്റൊരു റിവായത്തിൽ കറുത്ത പാറപ്പുറത്ത് ഇരുട്ടിന്റെ സമയത്ത് നിന്നും കൂടിയുണ്ട്. ഇരുട്ടിൽ മിനുസമുള്ള പാറപ്പുറത്ത് ഒരു ഉറുമ്പ് ഇഴഞ്ഞു വന്നാൽ അത് നിങ്ങൾക്ക് കാണാനോ മനസ്സിലാക്കാനോ കഴിയോ? അതിനേക്കാൾ നിഗൂഢമാണ് ഈ ശിർക്ക് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. فقال له من شاء الله ان يقول وكيف نتقيه وهو اخفى من دبيب النبي يا رسول الله. അല്ലാഹുവിന്റെ റസൂലേ, ഈ ഉറുമ്പ് ഇഴഞ്ഞു വരുന്നതിനേക്കാൾ നിഗൂഢമായ ഒരു കാര്യമാണെങ്കിൽ ഞങ്ങൾക്ക് എങ്ങനെ അതിനെ സൂക്ഷിക്കാൻ സാധിക്കും? ഖാല, അവിടുന്ന് പറഞ്ഞു, ഖൂലു, നിങ്ങൾ ഇപ്രകാരം പ്രാർത്ഥിക്കണം, അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക അൻ നുശ്രിക ബിക ശൈഅൻ നഅലമു വനസ്തഗ്ഫിറുക ലിമാ ലാ നഅലമു. അല്ലാഹുവേ, അറിഞ്ഞുകൊണ്ട് വല്ലതും നിന്നിൽ പങ്കുചേർക്കുന്നതിൽ നിന്നും ഞങ്ങൾ നിന്നോട് അഭയം തേടുന്നു. അറിയാതെ വല്ല ശിർക്കും വന്നു പോകുന്നതിനെ സംബന്ധിച്ച് ഞങ്ങൾ നിന്നോട് പാപമോചനം തേടുന്നു. ശിർക്കിന്റെ ചെറുതും വലുതുമായ അംശത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഉള്ള വഴി എന്താണെന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് പഠിപ്പിച്ചു കൊടുത്തു എന്നതാണ് ഇതിന്റെ മറ്റൊരു റിവായത്തിലുള്ളത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ശിർക്കിൽ നിന്ന് രക്ഷപ്പെട്ട തൗഹീദിന്റെ അങ്ങേയറ്റം ബലിഷ്ഠമായ ആദർശമുള്ള സഹാബത്തിനോടാണ് ഈ ദുആ പഠിപ്പിച്ചു കൊടുക്കുന്നത്, ശിർക്കിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ദുആ. അപ്പൊ ശിർക്കുൽ ഖഫിയ്യ്, ഗോപ്യമായ ശിർക്ക്, അതിന് രക്ഷപ്പെടാൻ നമ്മൾ ഓരോരുത്തരും ദുആ ചെയ്യണമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. ശിർക്കുൽ അസ്ഗറിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പ്രധാനപ്പെട്ട വഴി അതായിട്ടാണ് പഠിപ്പിക്കുന്നത്. നമുക്കറിയാം, മൻ ഹലഫ ബിഗൈരില്ലാ ഫഖദ് അശ്റക, അല്ലാഹു അല്ലാത്തവരെ കൊണ്ട് സത്യം ചെയ്താൽ അവൻ ശിർക്ക് ചെയ്തു. അത് ചെറിയ ശിർക്കിനെ പറ്റിയാണെന്ന് ഉലമാക്കൾ വിശദീകരിച്ചിട്ടുണ്ട്, അത് വേറെ തന്നെ ഒരു വിഷയമാണ്. അതുപോലെ തന്നെ ഏലസ് കെട്ടൽ, ഉറുക്ക് കെട്ടൽ, മൻ അല്ലഖ തമീമത്തൻ ഫഖദ് അശ്റക, ആരെങ്കിലും ഏലസ് കെട്ടിയാൽ അവൻ ശിർക്കിലകപ്പെട്ടു, അതും ചെറിയ ശിർക്കിനെ പറ്റിയാണെന്ന് ഉലമാക്കൾ വിശദീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മാ ശാ അല്ലാഹു വശിഅത, നിങ്ങളും അല്ലാഹുവും ഉദ്ദേശിച്ചാൽ. മശിയത്തിന്റെ കാര്യത്തിൽ അള്ളാഹുവിനോട് ചേർത്തി പറഞ്ഞു. ഒരിക്കൽ ഒരാൾ വന്നിട്ട് റസൂലുള്ളാഹിനോട് പറഞ്ഞല്ലോ, നബിയെ നിങ്ങളും അള്ളാഹു ഉദ്ദേശിച്ചാൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി എന്താ? നീ എന്നെ അള്ളാഹുവിന് സമപ്പെടുത്തുകയാണോ, സമനാക്കുകയാണോ എന്ന്. അതെന്താ കാര്യം? അതും ചെറിയ ശിർക്കാണ്. നിങ്ങളും അള്ളാഹു ഇല്ലായിരുന്നെങ്കിൽ എന്റെ കാര്യമൊക്കെ അപകടത്തിലായിരുന്നു എന്ന് പറയാ. അപ്പൊ അള്ളാഹുവിനോട് ചേർത്തി, വാവ് ചേർത്തി പറയാ. നിങ്ങളും പിന്നെ അള്ളാഹു എന്ന് പറയാം, അല്ലെ അള്ളാഹു മാത്രമല്ലായിരുന്നെങ്കിൽ എന്ന് പറയാം. മനസ്സിലായില്ലേ?
ആ രൂപത്തിൽ ചെറിയ ശിർക്കിനെ ഉലമാക്കൾ വിശദീകരിച്ചിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരു ശിർക്കാണ് ഇത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഞാനിത് പറയാൻ കാരണം, നമ്മളൊക്കെ എന്തെങ്കിലുമൊക്കെ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവരാണ്. പക്ഷെ നമ്മൾ അറിയാതെ നമ്മുടെ നിയ്യത്തിൽ ആളുകളെ കാണിക്കണമെന്നോ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തണമെന്നോ അവരൊന്ന് കാണട്ടെ ഇവരൊന്ന് ഞെട്ടട്ടെ എന്നൊക്കെ വന്നാൽ അതോടുകൂടി നമ്മുടെ അമൽ ബാത്തിലായി പോകും. നമസ്കാരമാകട്ടെ, നോമ്പാകട്ടെ, സക്കാത്താകട്ടെ, ഹജ്ജാകട്ടെ, എല്ലാത്തിലും റിയാ കടന്നു വരാറുണ്ട്. ആളുകളെ കാണിക്കാൻ വേണ്ടി നിസ്കരിക്കുക, ആളുകളെ കാണിക്കാൻ വേണ്ടി സക്കാത്ത് കൊടുക്കുക, സദഖ ചെയ്യുക. പകലിലെ ഹജ്ജിന് നിശ്ചയിച്ചാൽ തന്നെ ആളുകൾ നടന്ന് പറഞ്ഞ അജ്ജിനുവാണ്, ബുധനാഴ്ച പോവാണ്, ചൊവ്വാഴ്ച കൊളന്നിട്ട് വരണം. അതെന്താ? ഒരു സൽക്കാരം. അപ്പൊ എല്ലാവരും തുടങ്ങി. അതിന് സെലഫീന്നും അല്ലാത്തവരൊന്നുമില്ല, എല്ലാവരും തുടങ്ങി. എന്നിട്ട് ഇങ്ങനെ കുറെ കാറും വണ്ടിയൊക്കെ വന്ന് പന്തലൊക്കെ വലിച്ചു കെട്ടി നല്ല ചെമ്പൊക്കെ കയറ്റി ആന്താ മൂപ്പരജ്ജിനോ, ആന്താ മൂപ്പരജ്ജിനോ. അപ്പൊ എല്ലാരും അറിഞ്ഞ് മൂപ്പരജ്ജിനുവാണ്. ഈ രൂപത്തിൽ ചിലർ പത്രത്തിൽ കൊടുക്കും, ഞാനും എന്റെ ഭാര്യ ഇങ്ങനെ പോകുന്നുണ്ട്, എന്തെങ്കിലും കടപാടുണ്ടെങ്കിൽ എന്നെ വിളിക്കണം, എന്നിട്ട് ഓന്റെ ഫോട്ടോ. ഈ രൂപത്തിൽ റിയാ ഏതെല്ലാം രംഗത്താ കടന്നു വരുന്നത്? ഉംറക്ക് പോവുക, ഹജ്ജിന് പോവുക, ഇതിലൊക്കെ. അപ്പൊ ഏതിനും കടന്നു വരാവുന്ന ഒന്നാണ് റിയാ എന്ന് പറയുന്നത്. അത് ചെറിയ ശിർക്കാണ്. അത് നമ്മുടെ അമലുകളെ നശിപ്പിച്ചു കളയും. ഇന്ന് സുഹൃത്തുക്കളെ, ലോകത്തിന്റെ നാനാഭാഗത്തും ഇസ്ലാമിന്റെ പേരിലുള്ള നിരവധി പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രചണ്ഡമായ പ്രചാരണങ്ങൾ ദഅവത്തിന്റെ പേരിൽ നമ്മുടെ നാട്ടിലും നടക്കുന്നുണ്ട്. ക്ലാസുകളുണ്ട്, ക്യാമ്പുകളുണ്ട്, വയലുകളുണ്ട്, മതപ്രഭാഷണ പരമ്പരകളുണ്ട്, ക്യാമ്പയിനുകളുണ്ട്, സമ്മേളനങ്ങളുണ്ട്, സിംപോസിയങ്ങളുണ്ട്, സംവാദങ്ങളുണ്ട്, ഡിബേറ്റുകളുണ്ട്, തുടങ്ങി പലതും. പക്ഷേ കുറെ ദഅവത്തിന്റെ പ്രവർത്തനങ്ങളുമായി നാം അടുത്തു ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇതിലൊന്നും അകക്കാമ്പില്ല. ആരെയൊക്കെയോ കാണിക്കാനും ആരെയൊക്കെയോ തോൽപ്പിക്കാനും ആരോടൊക്കെയോ മത്സരിക്കാനുമാണ് ഇതൊക്കെ നടത്തുന്നത് എന്ന് പലപ്പോഴും തോന്നിപ്പോകും. ആളുകൾക്കിടയിൽ പേരും പ്രശസ്തിയും ഉണ്ടാവുക, എതിരാളികളെ ഞെട്ടിപ്പിക്കുക, പത്രങ്ങളിൽ വാർത്ത വരിക, ഫോട്ടോ വരിക, ഇതൊക്കെയാണ് പല പ്രവർത്തനങ്ങളുടെയും പിന്നിലെന്ന് പലപ്പോഴും നമുക്ക് തോന്നിപ്പോകും. ഇതാണ് റിയാ എന്ന് പറയുന്നത്.